നമസ്കാരം. ഇത് എഐയുടെ കാലമാണല്ലോ. പ്രത്യേകിച്ച് ചാറ്റ് GPT പോലെയുള്ള സംവിധാനങ്ങൾ നമ്മൾ സാർവത്രികമായി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം എന്ത്? ആ രീതിയിലുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഇൻസ്റ്റാഗ്രാം ഫീഡിൽ വന്ന വളരെ കൗതുകകരമായൊരു സംഗതി. അതിൽ നമ്മുടെ ചാറ്റ് GPTയുടെ സ്ഥാപകൻ, ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപകനായ CEO ആയ സാം ഓൾട്ട്മാൻ, അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ചില പരാമർശങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളോട് കിടപിടിക്കാൻ സാധിക്കില്ല. അവർ നമ്മുടെ ഈ ചാറ്റ് GPT പോലെയുള്ള AI സംവിധാനങ്ങളെ ആശ്രയിക്കുക മാത്രമല്ല, അതിനെ നയിക്കുക കൂടിയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി സംഗതികൾ സംഭാവന ചെയ്യുക കൂടിയാണ്. ഭാവിയെ സംബന്ധിച്ച് ഈ AI സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ സാധ്യതകൾ വളരെ വലുതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം ഈ AI സാങ്കേതിക വിദ്യയിൽ പ്രത്യേകിച്ച് ചാറ്റ് GPT ഇന്ത്യയെ അവരുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ മാർക്കറ്റായിട്ടും കാണുന്നു. ഇന്ത്യയിൽ ഏകദേശം ഓരോ ആഴ്ചയിലും 10 കോടി പേർ, അത് വിദ്യാർത്ഥികളടക്കമുള്ളവർ ചാറ്റ് GPT ഉപയോഗിക്കുന്നു. അവരുടെ സംശയ നിവാരണത്തിനോ അല്ലെങ്കിൽ സൃഷ്ടിപരമായ പല കാര്യങ്ങൾക്ക് സംഗതികൾ കണ്ടെത്തുന്നതിനോ വേണ്ടി ചാറ്റ് GPT ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു രേഖ. പക്ഷേ ഈ ചാറ്റ് GPTക്ക് ഒരു കുഴപ്പമുണ്ട്. അത് ചാറ്റ് GPTയുടെ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. ഇപ്പം മറ്റ് പല രാജ്യങ്ങളിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു പൊതുവായ ഒരു ഭാഷയുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇത്രയും സംസ്ഥാനങ്ങൾ ഉള്ള ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് 22ഓളം ഭാഷകളുണ്ട്. അനൗദ്യോഗികമായിട്ടുള്ള ഭാഷാഭേദങ്ങൾ വേറെ. അപ്പോൾ ഈ ചാറ്റ് GPT പോലെയുള്ള AI സംവിധാനങ്ങളെല്ലാം തന്നെ അതിൻ്റെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ ഫീഡ് ചെയ്തിരിക്കുന്നത് ഏറിയ പങ്കും ഇംഗ്ലീഷോ അല്ലെങ്കിൽ പൊതുവായി ഉപയോഗിക്കുന്ന ഭാഷകളായ ചൈനീസോ അറബിക്കോ അതേപോലെയുള്ള ഭാഷകളാണ് കൂടുതൽ ഫീഡ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ചാറ്റ് GPTക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മലയാളം, അതിനെ സംബന്ധിച്ച് ഈ എന്താ പറയുക, കമ്പ്യൂട്ടർ സംവിധാനങ്ങളിൽ ഉള്ള ഡോക്യുമെൻറ്റുകൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ ശൃംഖലകളിൽ നൽകിയിട്ടുള്ള എന്താ പറയുക, ഭാഷാ സംബന്ധമായ അറിവുകൾ വളരെ കുറവാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ സ്വാംശീകരിച്ചുകൊണ്ടാണ് ചാറ്റ് GPT പോലെയുള്ള AI സംവിധാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പം മലയാളത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പം മലയാളത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന മലയാളമല്ല കുറച്ചങ്ങോട്ട് മലബാർ ഭാഗങ്ങളിൽ സംസാരിക്കുക. അവിടെ പറയുന്ന വാക്കുകളുടെ അർത്ഥമായിരിക്കില്ല മറ്റൊരു ഇടങ്ങളിൽ ഉണ്ടാകുക. അപ്പോൾ ഈ സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഈ ഒരു പ്രശ്നമുണ്ട്. ഈ മലയാളത്തിൻ്റെ ഇതേ പ്രശ്നം തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 22ഓളം ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകൾക്കുമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന അർത്ഥമായിരിക്കില്ല മറ്റ് തലങ്ങളിൽ. പിന്നെ സ്ലാങ്ങിലൊക്കെ വളരെ വ്യത്യാസം. ഇതെല്ലാം തന്നെ ഈ AI സംവിധാനങ്ങൾക്ക് പിടിപ്പത് പണി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പോൾ ചാറ്റ് GPTയോടോ വിശദീകരണം തേടിയാൽ പോലും തെറ്റായ മറുപടികൾ നൽകുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമാണ്. കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല അവർ മനസ്സിലാക്കുന്നത്. അത് അവരുടെ കുഴപ്പമല്ല, നമ്മളുടെ ഭാഷാഭേദത്തിൻ്റെ അത്തരം കുഴപ്പങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കമ്പ്യൂട്ടർ സംവിധാനം എടുക്കുന്ന എഫേർട്ട് വളരെ വലുതാണ്. അപ്പോൾ അവരുടെ പ്രവർത്തന ചെലവ് കൂടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഈ ഭാഷാഭേദങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉണ്ടായ ഭാഷാഭേദങ്ങൾ ചാറ്റ് GPTക്ക് വലിയൊരു തലവേദനയാണ്. എന്നാൽ അതിനെ മറികടക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷയിലുള്ള സംവിധാനങ്ങൾ അത് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ചാറ്റ് GPT പറയുന്നത്. അതിനുവേണ്ടി അവർ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നിരുന്നാലും അത് ഒരു പൂർണ്ണതോതിൽ ഫലപ്രദമായിട്ടില്ല എന്ന് നിസ്സംശയം പറയേണ്ടി വരും. ചിലപ്പോൾ ഭാവിയിൽ അത് ശരിയാകുമായിരിക്കും. അപ്പോൾ ഇവിടെ ആ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ സ്വന്തം സംവിധാനങ്ങൾ കടന്നു വരികയാണ്. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇനി അത് ഒന്ന്, സർവം AI എന്ന് പറയുന്ന ആപ്പ്, അവരെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. ഈ സർവം AI എന്ന് പറയുന്നത് ഇന്ത്യൻ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം എന്ന് വേണമെങ്കിൽ പറയാം. അതിനു വേണ്ടി വലിയ പ്രയോറിറ്റി കൊടുത്ത് സജ്ജമാക്കിയിരിക്കുന്ന ഒരു AI സംവിധാനമാണ്. അത് ബംഗളൂരു ആസ്ഥാനമായിട്ട് രണ്ട് ചെറുപ്പക്കാർ ചേർന്ന് രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ്. ഒരു സ്റ്റാർട്ടപ്പാണ്. അതിൻ്റെ സ്ഥാപകർ വിവേക് രാഘവനും പ്രത്യുഷ് കുമാറും ചേർന്ന് 2023 ആരംഭിച്ച സംഗതിയാണ്. അപ്പോൾ ഈ വിദേശ AI സംവിധാനങ്ങളുടെ പരാധീനതകളെ പൂർണ്ണമായും ഒഴിവാക്കി പ്രാദേശിക ഭാഷകൾക്ക് ഒരു പരമാധികാരത്വം, ഒരു സോവറിൻ AI ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ സങ്കല്പം.
അപ്പോൾ അത് അവർ ഏറെക്കുറെ നേടി എന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാം. അവരുടെ സർവം 30B, സർവം 105B ഇത് ഒരു മിക്സ്ചർ ഓഫ് എക്സ്പേർട്ട് എന്നാണ് അവർ അതിനെ തന്നെ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തുള്ള പല സംഗതികളെക്കുറിച്ച്, ഉദാഹരണമായി പറഞ്ഞാൽ എന്ത് കാര്യത്തെക്കുറിച്ചും പ്രാദേശികമായ അറിവുകൾ പോലും കിട്ടത്തക്ക തരത്തിലാണ് ഇവരിതിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിൽ 30B എന്ന് പറയുന്നത് വേഗമേറിയ വോയിസ് സേവനമാണ്. ഇപ്പോൾ കാഴ്ച പരിമിതി ഉള്ളവർക്കൊക്കെ തന്നെ അവർക്ക് ശബ്ദം ആയിരിക്കും പ്രധാനം. അപ്പോൾ എന്തിനെക്കുറിച്ചും ശബ്ദം ആണല്ലോ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആദ്യം പരതുന്ന പണ്ട് ഗൂഗിളിൽ പരതുമെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലാണ് പരതുന്നത്. കാര്യം നമുക്കെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കണം. അപ്പോൾ ശബ്ദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെ സർവം AI-യുടെ 30B എന്ന് പറയുന്നത് വോയിസ് സേവനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ 105B എന്ന് പറയുന്നത് കണക്കുകൂട്ടലുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. കാര്യം പ്രാദേശികമായ അളവുകളും തോതുകളും ഒക്കെ പല രീതിയിലാണ് അവർ ഗണിക്കുക. അത് ആ പ്രാദേശികമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് തയ്യാറാക്കും. ഇനി പ്രാദേശിക അറിവുകളൊക്കെ പോട്ടെ, ഇനി നമ്മുടെ ചില ആളുകൾ മംഗ്ലീഷ്, ഇപ്പം മലയാളം ഉപയോഗിക്കുന്ന കാര്യം പറയുന്നത്, മംഗ്ലീഷ് ഉപയോഗിക്കും. ഇപ്പോൾ ChatGPT പോലെയുള്ള സംവിധാനങ്ങൾ ഇംഗ്ലീഷാണ് അവർ ഫീഡ് ചെയ്തേക്കുന്നത്. അവർക്ക് മംഗ്ലീഷ് അത്ര മനസ്സിലായി എന്ന് വരില്ല. അതേപോലെ കൂട്ടക്ഷരങ്ങൾ, ചിലർ എഴുതുമ്പോഴുള്ള വ്യത്യാസങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള അവർക്കുള്ള പരിമിതികളും കൂടി നമ്മൾ ഓർത്തേക്കണം. ഇനി ഈ സർവം എന്ന് പറയുന്നത് ഇത്ര വലിയ പ്രാധാന്യം വരാൻ കാരണം ഇന്ത്യൻ ഭാഷകൾ എഴുതാനും സംസാരിക്കാനും കഴിയുന്ന ഒരു ഓപ്പൺ സോഴ്സ് മോഡൽ എന്ന രീതിയിലാണ് ഇവരിതിനെ പരിചയപ്പെടുത്തുന്നത്. ഇനി ഇവർ ഇത് കൂടാതെ ബുൾബുൾ V3 എന്ന പേരിൽ മറ്റൊരു സംഗതി അവതരിപ്പിക്കുന്നുണ്ട്. അത് ഇന്ത്യൻ ഭാഷകളിലെ എഴുത്തുകൾ മുഴുവൻ ശബ്ദരൂപത്തിൽ അവതരിപ്പിക്കുന്ന സംഗതിയാണ്. ഇപ്പോൾ കഥകളോ മറ്റോ അവരിതിലൂടെ പറഞ്ഞു തരും. പിന്നെ മയൂര എന്ന് പറയുന്നൊരു സംവിധാനം അവരുടെ കീഴിലുണ്ട്. അത് പ്രാദേശിക ഭാഷകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. അവിടെ ഈ മംഗ്ലീഷ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ മികച്ച രീതിയിൽ അതിനുള്ള ഉത്തരങ്ങൾ കിട്ടും. ട്രാൻസ്ലേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ ChatGPT ഉപയോഗിക്കുമ്പോൾ അവർ കൂടുതലും എഴുത്തിലൂടെയാണ് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവർ മറുപടി നൽകുക. പക്ഷേ ഈ സർവം പിന്തുടർന്നവർക്ക് ശബ്ദത്തിലൂടെയോ മറ്റ് സാധ്യതകളിലൂടെയോ നമുക്കുള്ള വിവരങ്ങൾ കിട്ടും എന്നുള്ളതുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ഈ സർവം AI ഇത്ര വലിയ പ്രാധാന്യം അർഹിക്കുന്നതിൻ്റെ കാരണം 2026 ജൂണിൽ സീരീസ് ഓഫ് ഫണ്ടിങ് എന്ന് പറയുന്ന, അതായത് നിക്ഷേപ സമാഹരണത്തിൽ ഇവരേതാണ്ട് 234 മില്യൺ അമേരിക്കൻ ഡോളറാണ് സമാഹരിച്ചത്. അത് ഇന്ത്യൻ കറൻസിയിൽ പറയുകയാണെങ്കിൽ 1950 കോടി. ഇനി ഇതുകൂടി വന്നതോടുകൂടി അവരുടെ മൊത്തം അവരുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 12,500 കോടിയായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി, മുൻകാലങ്ങളിൽ അമേരിക്കയിലെ പിന്നെ AI സാങ്കേതിക വിദ്യകളെ ആശ്രയിച്ചിരുന്ന കമ്പനികൾ പോലും, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ HCL, അവർ 10.5% ഷെയർ ഇതിൽ വാങ്ങി, അല്ലെങ്കിൽ അവർ ഇതിൽ വലിയ രീതിയിൽ മുതൽ മുടക്കി. ഏതാണ്ട് 150 കോടിയോളം രൂപ അവരിതിൽ മുതൽ മുടക്കി എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. അത് ഈ സർവം AI-യുടെ മാത്രം ഒരു കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ടും തീരുന്നില്ല. ഇനി മറ്റ് ചില സംഗതികൾ കൂടിയുണ്ട്. അത് നമ്മുടെ ഓല, നമ്മുടെ വാഹനം കമ്പനിയുണ്ടല്ലോ, ഇലക്ട്രിക് വാഹനങ്ങൾ, അതിൻ്റെ അതിൻ്റെ സ്ഥാപകനായ ഭവിഷ് അഗർവാൾ തയ്യാറാക്കിയ കൃത്രിം എന്ന് പറയുന്ന ഒരു AI സംവിധാനമാണ്. ഈ കൃത്രിം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കൃതത്തിൽ കൃത്രിമം, അതിൻ്റെ തന്നെ ഒരു പരിഷ്കൃത രൂപമാണ്. ഇത് പൂർണ്ണമായിട്ട് ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ സംസ്കാരത്തിനും ഇന്ത്യൻ പശ്ചാത്തലങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലാണ് ഇദ്ദേഹം ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിൽ 22 ഇന്ത്യൻ ഭാഷകൾക്ക് ഈ സംവിധാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 22 ഭാഷകളിലൂടെ മനസ്സിലാക്കും. ഇതുകൂടാതെ 10 ഭാഷകളിൽ ഇത് എഴുതി നമുക്കിങ്ങോട്ട് തരികയും ചെയ്യും. ഇനി ഈ ഇന്ത്യൻ ഡാറ്റ ട്രെയിനിങ്, വിദേശ അതേപോലെ ഇത് ഇന്ത്യയുടെ ഡാറ്റ, അതായത് ഈ സാധാരണ ChatGPT പോലുള്ള സംവിധാനമൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് വിദേശ ടെക്നോളജിയോ അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയോ സംസ്കാരമോ അനുസരിച്ചായിരിക്കും ചിന്തിക്കുകയും നമുക്ക് വേണ്ട ഉത്തരവൊക്കെ നൽകുക. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ഡാറ്റ അനുസരിച്ചാണ് ഇവരുടെ ഫുള്ള് ട്രെയിനിങ് നടത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ രീതികൾക്കനുസരിച്ചുള്ള ഉത്തരങ്ങൾ, മറുപടികൾ ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളത് കൂടി കിട്ടും. കൂടാതെ ഇന്ത്യയുടെ ചരിത്രത്തിനും സംസ്കാരവും പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവർ ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതുകൂടാതെ ഭാരത് GPT എന്ന തരത്തിൽ ChatGPT-യുടെ ബദലായിട്ട് മറ്റൊരു സംഗതിയും വന്നിട്ടുണ്ട്. അതും
ഈ രീതിയിൽ ഇന്ത്യൻ ഭാഷകൾക്കും ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ തരത്തിലാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയുന്നു പറഞ്ഞാൽ നമ്മൾ ചാറ്റ് GPT-യെക്കുറിച്ചോ അല്ലെങ്കിൽ ലോകം കീഴടക്കുന്ന മറ്റ് AI സാങ്കേതിക വിദ്യകളെക്കുറിച്ചോ ഒക്കെ നമ്മൾ നിരന്തരം സംസാരിക്കും. നമ്മുടെ നാട്ടിൽ നമ്മുടെ കൺമുമ്പിൽ ഇത്തരം ചില സംഗതികൾ കൂടി നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച്, അത്തരം മുന്നേറ്റങ്ങളെക്കുറിച്ച് നമ്മൾ എത്രമാത്രം സംസാരിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ബോധവാന്മാരാണ്. നമ്മുടെ നാട്ടിലും ഇത്തരം കാര്യങ്ങൾ വളരെ എന്താ പറയുക, രഹസ്യ സ്വഭാവത്തോടെയോ അല്ലെങ്കിൽ വളരെ നിശബ്ദ വിപ്ലവം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ നടക്കുന്നുണ്ട്. വലിയ മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അഭിമാനിക്കാനുള്ള വക നമ്മുടെ രാജ്യത്തും തീർച്ചയായിട്ടും ഉണ്ട്.